എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഒരു 5 കുരുമുളകും ഒരു 2 വെളുത്തുള്ളിയും 1/4 ചെറിയ സ്പൂൺ മുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതൊന്ന് ജാറിലിടണമെന്ന് നിർബന്ധമില്ല, ഒന്ന് കുത്തിയെടുത്താലും മതി. ഇനിയിപ്പോൾ ഇതാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി പുഴുങ്ങി വെച്ച മുട്ട ഒന്ന് വരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്തത് ഇതിൽ പുരട്ടി വെക്കണം. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ 2ആയി മുറിച്ച് വെക്കണം. ഇനിയിപ്പോൾ ഇതാ അതേ പാനിലേക്ക് തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം സവാളയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 സവാള മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നേരിയതായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായി വഴറ്റിയെടുക്കണം. മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കുമ്പോൾ നല്ലതുപോലെ വേഗം തന്നെ വഴന്ന് കിട്ടും. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 2 വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് എല്ലാം കൂടി ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂണോളം കശ്മീരി മുളക് പൊടിയും 1/4 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി, 1/2 ചെറിയ സ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം നല്ലോണം റോസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു വലിയ തക്കാളിയാണ്. തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ച് കൊടുത്താൽ മതി, തക്കാളി പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരും. പൊടികളെല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മൂടി വെച്ച് സോഫ്റ്റാക്കി എടുക്കാം. തക്കാളിയെല്ലാം നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ച മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതി. റോസ്റ്റ് കുറച്ച് കട്ടിയിലാണ് നല്ലത്. അപ്പോൾ ഇതാ ഗ്രേവിയെല്ലാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.